ഫിഷ് റവ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിപ്പിക്കാനാണ് കേട്ടോ. അതായത് നിങ്ങൾക്കറിയാം ഫിഷ് റവ ഫ്രൈ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇത് മെയിൻലി ഗോവ, മംഗലാപുരം ഓക്കെ അങ്ങനെയുള്ള ഒരു സൈഡിലുള്ള ആൾക്കാരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ ഞാൻ മംഗലാപുരത്താണ് പഠിച്ചത് നേഴ്സിംഗ്. അപ്പോൾ മംഗലാപുരത്ത് പഠിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അവർ മത്തി തൊട്ട് അയല, മത്തി അങ്ങനെ എല്ലാ മീനുകളിലും ഇവർ റവ ഫ്രൈ ചെയ്യുവേ. അപ്പം ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, ആവോലി മീനാണ്. അപ്പം ഇച്ചിരി കഷ്ണം മീനാണ്. അപ്പോൾ ആവോലി മീൻ ഇങ്ങനെ റൗണ്ട് കട്ട് ചെയ്ത് അപ്പം അങ്ങനെ റവയിലൊക്കെ മുക്കി ഇങ്ങനെ വറുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കാണിച്ചു തരാം. ആ വീഡിയോ നിങ്ങൾ ഫുള്ളൊന്ന് കാണണം കേട്ടോ. അപ്പോൾ സാധാരണ നമ്മളിപ്പം ഇതിന് നമുക്കൊരു സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം. സാധാരണ നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കുന്ന എന്താ, കട്ട്ലറ്റ് കൊടുക്കും അല്ലേ, അല്ലെങ്കിൽ എന്താ ചിക്കൻ ടിക്ക അങ്ങനെയൊക്കെ ഉള്ളതല്ലേ. അപ്പം ഈ എന്താ പറയുന്നത്, ചിക്കനൊക്കെ അത്ര താല്പര്യം ഇല്ലാത്തവർക്ക്, ചില ചിക്കൻ കഴിക്കാത്തവരുണ്ട് അല്ലേ. അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നോയമ്പ് സമയത്തൊക്കെ ചിലർ മീറ്റ് മാത്രം അവോയ്ഡ് ചെയ്തിട്ട് ആ സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷൻ നമ്മൾ സാധാരണ നടത്താറില്ല, പക്ഷേ അങ്ങനെ നടത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന്, അല്ലെങ്കിൽ 4 ഗസ്റ്റ് വീട്ടിലേക്ക് വരിക അല്ലേ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വരിക, വീട്ടിൽ വരിക, ആ സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് കേട്ടോ ഈ ഫിഷ് റവ ഫ്രൈ. അത് നമുക്ക് സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം. ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങൾ വളരെ ക്വിക്ക് ആൻഡ് ഈസി, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ക്വിക്ക് ആൻഡ് ഈസി റെസിപ്പീസുമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പം വളരെ ഈസിയാണ്, വളരെ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താ പറയുന്നത്, നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇതുപോലൊരു ഫിഷ് റവ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വളരെ ഹാപ്പി ആയിരിക്കും അല്ലേ. അപ്പം അങ്ങനെ എന്താ പറയുന്നത്, നമുക്ക് ഇച്ചിരി ആ ഒരു കുടുംബത്തിൻ്റെ ആ ഇൻറ്റിമസി ഒക്കെ ഇങ്ങനെ ഫുഡിലൂടെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിള്ളേർക്കാണെങ്കിലും വളരെ സന്തോഷമായിരിക്കും. സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഇന്ന് മമ്മി ഉണ്ടാക്കിയ സ്പെഷ്യലാണ്, അല്ലെങ്കിൽ പപ്പ ഉണ്ടാക്കിയ സ്പെഷ്യലാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇത് എടുത്ത് ടേബിളിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും ഹാപ്പി, നമ്മളും ഹാപ്പി, അധികം മെനക്കേടും ഇല്ല. ഓക്കെ, സോ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്ക് കേട്ടോ. അപ്പം നമുക്ക് മീൻ റവ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഞാൻ അതിനു വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത് അതെ ഇതുണ്ടോ, മീൻ ഞാൻ വെട്ടിക്കഴുകി നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഏകദേശം 1 കിലോയോളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് റൗണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു പീസ് ഞാൻ എടുത്ത് കാണിക്കാം. ഇതുണ്ടോ, ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഇരിക്കുന്ന 1 ടേബിൾ സ്പൂൺ, ഒന്നല്ല ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നാരങ്ങയുടെ നീര്, 1 നാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്രയും ആദ്യം ആ മീനിലേക്ക് ഞാൻ മാരിനേറ്റ് ചെയ്ത് നമ്മൾ 1/2 മണിക്കൂറോളം വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, റവ ഫ്രൈ അല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ റവ, പിന്നെ ഇരിക്കും നമ്മുടെ പുട്ടുപൊടിയാണ് കേട്ടോ. നമ്മളെ എന്താ പറയുന്നത്, പുട്ടുണ്ടാക്കുകയല്ലേ, നമ്മുടെ അതായത് തരിയുള്ള അരിപ്പൊടി, അത് പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, അത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മീൻ മാരിനേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ നമ്മുടെ ആ നാരങ്ങാ നീരിലേക്ക് അതേ പൊടികളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പൊടികളെല്ലാം കൂടെ നമ്മൾ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കും. അതായത് മുളക് പൊടി, മഞ്ഞൾ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങാ നീരിൽ കുറച്ച് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതേ നോക്കി മീൻ നല്ല അടിപൊളിയായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ, ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നേരെ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയാലോ. ഞാൻ പാൻ വെച്ചു കേട്ടോ. പാൻ വെച്ചിട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോൾ അറിയാമല്ലോ എപ്പോഴും നല്ല ടേസ്റ്റിയാണ്. അപ്പോഴത്തേക്കിനും നമുക്ക് കോക്കനട്ട് ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, പയ്യെ ചൂടായി വരുന്നുള്ളൂ കേട്ടോ, നന്നായിട്ട് ചൂടായിട്ടില്ല. എന്തായാലും കോക്കനട്ട് ഓയിൽ നല്ല കട്ടി പിടിച്ചായിരിക്കുന്നത്. അപ്പം അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല തണുപ്പും മഴയൊക്കെയാണ് ഇവിടെ. എനിക്കാണെങ്കിൽ നല്ല ആവശ്യത്തിന് മിച്ചം ജലദോഷമുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കേട്ടോ. അപ്പം ഞാൻ മീൻ ഇന്ന് ഞാൻ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഓരോ കണ്ടോ, ഇങ്ങനെ 4 മീനിടാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. നോക്കട്ടെ, 3 4 മതി. ഒത്തിരി അടുപ്പിച്ചിടുന്നില്ല. അപ്പം ഞാൻ ഇതുപോലെ തന്നെ റൗണ്ട് പീസായിട്ട് ഒരു 8 എടുത്ത് വെച്ചിരിക്കണതേ. അപ്പോഴത്തേക്കും നമുക്ക് 4 വീതം മതി. ഒരു സൈഡ് മാക്സിമം തീ കുറച്ചിട്ടുണ്ടാക്കണം കേട്ടോ, അല്ലെങ്കിൽ റവയെല്ലാം കൂടെ കരിഞ്ഞു പോകും. ഒരു സൈഡ് നമുക്ക് മാക്സിമം ഒരു 5 മിനിറ്റ് വേണ്ട, നമ്മൾ ഒരു 3.5 മിനിറ്റ് മതി. അത് പെട്ടെന്ന് കുക്കാവും. നമ്മൾ കാരണം നാരങ്ങാനീരൊക്കെ വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എന്നാ പറയുന്നത്, അതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. സോ അധികം ടൈം എടുക്കില്ല ഈ മീൻ അതായി വരാനായിട്ട്. ഞാൻ കറക്റ്റ് സമയം നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. ഞാൻ ഒരു സൈഡ് ഞാൻ നോക്കിയിട്ടോ കറക്റ്റ് ഒരു 2.5 മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാനതൊന്ന് ബാക്കി നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം നമുക്ക് മറച്ചിടാം. കണ്ടോ, അവിടെ ഇരുന്നാവട്ടെ.
അങ്ങനെ നമുക്ക് മീൻ ഫുള്ള് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. നമ്മുടെ ഫിഷ് റവ ഫ്രൈ കണ്ടോ. ഞാനേ ആ നാരങ്ങയുടെ ഭംഗി നിങ്ങൾ വലിയ കാര്യമായിട്ട് നോക്കണ്ട കേട്ടോ. ഞാനൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മുറ്റത്തുനിന്ന് പോയി നാരകത്തേന്ന് ഒരു നാരങ്ങ പറിച്ചുകൊണ്ട് വന്നതാണ്. അത് നമ്മുടെ നാട്ടിലെ ലൈമല്ല, ലെമണാണ്. ഇവിടെ നമ്മുടെ ചെറുനാരങ്ങയല്ല, ഇവിടുത്തെ ഇച്ചിരിയുടെ വലിപ്പമുള്ള നാരങ്ങയാണ്. അപ്പം അതിന് വലിയ ഗ്ലാമറൊന്നുമില്ല. അപ്പം ഞാനിത് ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നല്ല രസമല്ലേ. ഇതാണ് നമ്മുടെ ഫിഷ് റവ ഫ്രൈ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, പറഞ്ഞപ്പം നിങ്ങൾ വിശ്വസിച്ചോ ഇത്ര എളുപ്പത്തിൽ ഫിഷ് റവ ഫ്രൈ ഉണ്ടാക്കാമെന്ന്? ആകെ 3-4 ഇൻഗ്രീഡിയൻസ് അല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ അല്ലേ? എന്തെങ്കിലും പണിയുണ്ടോ? എന്തായാലും നമ്മൾ മീൻ വറുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഏത് മീനിലും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനിലും നിങ്ങൾക്കിത് ചെയ്യാം. ഓക്കെ, അത് മത്തിയിൽ ചെയ്യാം, അയലിൽ ചെയ്യാം, ഇനി കഷ്ണം മീൻ വേണേൽ അങ്ങനെ ചെയ്യാം. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് മീനാണ് വേണ്ടത് അങ്ങനെ ചെയ്യുക. അത് എന്തായാലും നമ്മൾ മീൻ വറുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇച്ചിരി റവയും ഇച്ചിരി പുട്ടുപൊടിയും കൂടെ ആഡ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഡിഷ്. അപ്പോൾ പിള്ളേർക്കും ഹസ്ബൻഡും ഒക്കെ ഫീൽ ചെയ്യും, എന്താ പറയുന്നത്, എന്തോ സംതിങ് നമ്മളിത് ചെയ്ത് വെച്ചു അല്ലേ. അപ്പം അങ്ങനെ എന്താ പറയുന്നത്, ഇതൊക്കെയല്ലേ നമുക്കൊരു സന്തോഷം അല്ലേ. വൺസ് ഇൻ എ വീക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ വലുതാകുമ്പോഴേ അവരെപ്പോഴും ഓർമ്മിക്കും. അതായത് എന്താ പറയുന്നത്, എൻ്റെ മമ്മി നല്ല പോലെ ഫുഡ് ഉണ്ടാക്കുമായിരുന്നു, അല്ലെ എൻ്റെ പപ്പ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി ടേബിളിൽ വെക്കുമായിരുന്നു അല്ലേ. ഇതൊക്കെ ആയിരിക്കും അവർക്ക് വളരുമ്പോഴത്തേക്കും അവർക്കുള്ള നല്ല മെമ്മറീസ്. എൻ്റെ മമ്മിയുടെ മമ്മിയും ഒക്കെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന കേട്ടോ. എൻ്റെ അമ്മായിയമ്മയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ഓർത്തിരിക്കുകയുള്ളൂ അല്ലേ. ഇപ്പോഴും അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇപ്പോഴും എൻ്റെ നാവ് കിടക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് കുക്കിങ്ങിനോട് ഈ ഒരു താല്പര്യം വന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളും ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ് കേട്ടോ. ഇപ്പം എല്ലാവർക്കും കുക്കിങ്ങിനോട് താല്പര്യം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇത് വലിയ താല്പര്യം ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റിയ എളുപ്പത്തിലുള്ള റെസിപ്പീസാണ് കേട്ടോ. ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയായിട്ട് അടുത്ത ആഴ്ച വരാം. താങ്ക്